നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഡയബറ്റിസ് ഉണ്ടോ? എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി ഡയബറ്റിസ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഹായ്, ഐ എം ഡോക്ടർ വർഷ ആൻഡ് വെൽക്കം ടു ഡോക്ടർ വർഷാസ് ഐ സ്പേസ്. അച്ഛന് ഡയബറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്കും ഉണ്ട്, എന്നാൽ എനിക്ക് ഡയബറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലാണോ എന്ന് വളരെ കോമൺ ആയിട്ട് കേട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞാൻ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെനറ്റിക്സ് പ്ലസ് ഫാമിലി ഹിസ്റ്ററി ഡയബറ്റിസിൽ എന്തോരം റോൾ പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്. അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ആർക്കൊക്കെയാണ് ജെനറ്റിക്സ് മൂലം ഇതൊരു പ്രോബ്ലമായി വരാൻ പോകുന്നത്, നമ്മൾ ഇതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, ഇന്നു മുതൽ നമ്മൾ എന്തൊക്കെ ആക്ഷൻ എടുക്കണം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ജെനറ്റിക്സ് എന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ പാരൻസിന് ജീൻസ് വഴി നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് കണ്ണിൻ്റെ നിറം, ഉയരം, അതുപോലെ തന്നെ ഫാറ്റ് സ്റ്റോറേജ്, ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു പാറ്റേൺ, പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ടെൻഡൻസി, ഇതൊക്കെ ഇതിൽ മെയിൻ കാര്യങ്ങളും ഡയബറ്റിസിനെ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് ജെനറ്റിക്സ് ത്രൂ നമുക്ക് ഡയബറ്റിസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഫാമിലി ഹിസ്റ്ററി വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാരൻസിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ 30-40% ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് ഡയബറ്റിസ് വരാൻ. അതുപോലെ രണ്ടുപേർക്കും പാരൻസ് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ 60-70% കൂടുതലാണ് ഡയബറ്റിസ് വരുന്നത്. നിങ്ങളുടെ സഹോദരങ്ങൾക്കും കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ചാൻസ് വരികയാണ് ഇവിടെ. അപ്പോൾ നമ്മളിതൊരു വാർണിംഗ് സൈനായിട്ട് എടുത്തിട്ട് നേരത്തെ പ്രിക്കോഷൻസ് ചെയ്തു തുടങ്ങാം. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ് പറയുമ്പോൾ ടൈപ്പ് 1 എന്ന് പറയുന്നത് പ്യുവർലി ജെനറ്റിക് ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് കിഡ്സിലും യങ് ഏജസിലും ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. പക്ഷേ ടൈപ്പ് 2 എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ആൻഡ് ജെനറ്റിക്സിൻ്റെ ഒരു കോംബോ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വഴി നമുക്ക് ടൈപ്പ് 2 ഡയബറ്റിസിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. സ്കിന്നി ആയിട്ടുള്ളവർ, മെലിഞ്ഞിരിക്കുന്നവർക്ക് ഡയബറ്റിസ് വരുന്നത് ജെനറ്റിക്സ് വഴിയാണോ എന്ന് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ത്യൻ ജീൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ തിൻ ഔട്ട്സൈഡ് ആയിരിക്കും, പക്ഷേ ഉള്ളിൽ വിസറൽ ഫാറ്റ് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുവഴി ആണ് വെയിറ്റ് പ്രോപ്പറായി നിന്നാലും നമുക്ക് ഡയബറ്റിസ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ യങ് ഏജസിൽ തന്നെ ഡയബറ്റിസ് റിപ്പോർട്ട് ചെയ്യുന്നതും. എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈഫ് സ്റ്റൈലിൽ ജീൻസിനെ ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. നമ്മൾ ഇതിനെ ഒരു ലോഡഡ് ഗണ്ണായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രിഗറായിട്ട് വരുന്നത് ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് വഴി നമുക്കിതിനെ ഓൺ ആൻഡ് ഓഫ് ചെയ്യാം. നമുക്കൊരു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നു എന്ന് ചോദിച്ചോ, അപ്പോൾ നമ്മൾ ഇവിടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ജീൻസ് ആണ് ഓൺ ആവുന്നത്. പകരം ജങ്ക് ഫുഡ്സും സ്ട്രെസ്സും ഒക്കെയാണ് ഉള്ളതെങ്കിലോ ഹാർംഫുൾ ആയിട്ടുള്ള ജീൻസ് ആണ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി ചെയ്യുകയാണെങ്കിൽ 50-60% വരെ നമുക്ക് ഡയബറ്റിസിനുള്ള ചാൻസസ് കുറയ്ക്കാം എന്നുള്ളതാണ്. റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 45%ലാണ് ഒരു അച്ഛന് ഡയബറ്റിസ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് 30 years ആകുമ്പോൾ തന്നെ ഒരു ഡൗട്ട്, എനിക്കും ഇതിനുള്ള ചാൻസ് ഉണ്ടല്ലോ എന്നുള്ളത് വെച്ചിട്ട് ഒരു റൂട്ടീൻ ചെക്കപ്പ് ചെയ്തപ്പോൾ ഷുഗർ ലെവൽ നോർമലാണ്. ഇതിനുള്ളൊരു മെയിൻ കാരണം അദ്ദേഹം ഡെയിലി ഒരു 30 minutes നടക്കുമായിരുന്നു, പിന്നെ ഷുഗർ കണ്ടന്റ് ഉള്ള ഡ്രിങ്ക്സ് ഒന്നും കഴിക്കില്ല, പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീല കണ്ടിന്യൂ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്റർവെല്ലിൽ ചെയ്ത് നോക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ ജീൻസ് സെയിം ആണ്, പക്ഷെ ഔട്ട്കം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ജെനറ്റിക്സ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡെസ്റ്റിനി മാറ്റി എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഏത് ഏജിൽ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 20-25 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റിസ് വരാൻ ചാൻസസ് ഉണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, HbA1c വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, അതുപോലെ തന്നെ വെയിറ്റ് സർക്കംഫറൻസ്, BP ആൻഡ് കൊളസ്ട്രോൾ മോണിറ്ററിങ് നമ്മൾ മസ്റ്റായി ചെയ്തിരിക്കണം. ഇതുവഴി നമുക്ക് ആ ഒരു സിംറ്റംസ് വരുന്നതിന് മുന്നേ, മീൻസ് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡയബറ്റിസ് വരാതെ നമുക്ക് 100% ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മദറിന് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മീൻസ് പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് ഡയബറ്റിസ് വരികയാണെങ്കിൽ ഫ്യൂച്ചറിൽ കുട്ടിക്ക് ഡയബറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പറായി ഷുഗർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ഷുഗർ വരുന്നതിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ അത് തടയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഗ്നൻസി ടൈമിലും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മീൻസ് ജെനറ്റിക്സ് വഴി കുട്ടിക്ക് വരെ ജനറേഷൻ ടു ജനറേഷൻ ഡയബറ്റിസ് പാസ് ചെയ്യുന്ന തന്നെയാണ് പറയുന്നത്.
തീർച്ചയായും ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഡെസ്റ്റിനി അല്ല. ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ടെൻഡൻസിയാണ്. നമുക്ക് ചിലപ്പോൾ ഡയബറ്റിസ് വന്നേക്കാം എന്നുള്ളത്. പക്ഷെ നമുക്ക് തീർച്ചയായും ഡയബറ്റിസിനെ ഡിലേ ചെയ്യാം. ഇപ്പോൾ ഒരു 30 ഇയേഴ്സിൽ വരുന്നതാണെങ്കിൽ നമുക്ക് കുറച്ച് ഇയേഴ്സ് കൂടി അങ്ങോട്ടേക്ക് ഡിലേ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പൂർണ്ണമായും നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഡയബറ്റിസ് വരാതെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇതിന് മുന്നേ പ്രിക്കോഷൻ എടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ പ്രോപ്പർ ടെസ്റ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡയബറ്റിസിനെ പ്രിവെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എടുക്കേണ്ട ഒരു ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് ആനുവലി ഷുഗർ ടെസ്റ്റ് മീൻസ് ആനുവലി വർഷത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യുക. പിന്നെ 7 to 8 hours മസ്റ്റ് ആയിട്ട് ഉറങ്ങുക. പ്രോപ്പർ ആയിട്ട് ഒരു ബാലൻസ്ഡ് മീൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വെയിറ്റ് സർക്കംഫറൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് പുരുഷന്മാരിൽ 90 സെന്റിമീറ്ററിൽ കുറവ്, 90 സെന്റിമീറ്ററിൽ കുറവും സ്ത്രീകളിൽ 80 സെന്റിമീറ്ററിൽ കുറവും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ കൂടുതലാണെങ്കിൽ എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡയറ്റിലൂടെയോ അത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പ്രോപ്പർ ഇന്റർവെല്ലിൽ ടെസ്റ്റുകൾ ഓരോന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക. ഇതൊക്കെ വഴി, ഈ ഒരു ആക്ഷൻ പ്ലാൻ വഴി നമുക്ക് ജെനറ്റിക്സ് ഉണ്ടെങ്കിൽ കൂടി ഡയബറ്റിസിനെ പ്രിവെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജീൻസ് എന്ന് പറയുന്നതിന് നമുക്ക് ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ നമ്മളെ ലൈഫ് സ്റ്റൈലിന് കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് ഇതൊരു ഡെസ്റ്റിനി ആയി കാണാതെ, നമ്മുടെ വിധിയാണെന്ന് വിചാരിച്ചിരിക്കാതെ പകരം ഇതൊരു വാണിംഗ് ബെല്ലായിട്ട് കരുതുക. നിങ്ങൾക്ക് ശരിക്കും പാരൻസിനുണ്ട്, അപ്പൊ എനിക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള ഒരു വാണിംഗ് നേരത്തെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇപ്പോഴേ ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രോപ്പറായി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ എല്ലാ ടെസ്റ്റുകളും നേരത്തെ ചെയ്യുക. ഇതുവഴി നമുക്ക് ഈസി ആയിട്ട് ഡയബറ്റിസിനെ പ്രിവെന്റ് ചെയ്യാം. ഇതുപോലുള്ള അറിവുകൾക്കായി ഫോളോ ചെയ്യുക. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.